ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് ഒരേപോലെയുള്ള രണ്ട് വീടുകളാണ്. വളരെ ചെറിയ ലാൻഡ് അളവിൽ മാത്രമാണ് ഈ രണ്ട് വീടുകളും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഈ പറയുന്ന രണ്ട് വീടുകളും സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു ലൊക്കാലിറ്റിയിൽ തന്നെയാണ്. നിറയെ വീടുകളൊക്കെയുള്ള ഒരു വില്ല പ്രൊജക്റ്റിൽ തന്നെയാണ് ഈ കാണുന്ന വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് എവിടെയാണ് ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും 2.5 കിലോമീറ്റർ മാറിയിട്ട് ഈ പറയുന്ന വീട്ടിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം 2.5 കിലോമീറ്റേഴ്സ് ആണ്. അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ദൂരം പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇടപ്പള്ളി ലുലു മാളിലേക്ക് 8 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിൻ്റെ സ്റ്റാഫിനും ഈ ഒരു ഭാഗത്തായിട്ട് വീടുകൾ തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. ബിക്കോസ് ഇവിടെ നിന്നും 9 കിലോമീറ്റേഴ്സ് മാത്രമാണ്, 9 കിലോമീറ്റർ മാത്രമാണ് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഈ പറയുന്ന രണ്ട് വീടുകളും പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വെസ്റ്റ് സൈഡാണ് ഈ രണ്ട് വീടുകളും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ലൊരു അറ്റ്മോസ്ഫിയറിലുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിറയെ വില്ലകളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ കാണുന്ന രണ്ട് വീടുകളും സ്ഥിതി ചെയ്യുന്നത്. ഈ വീടുകളുടെ വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത് 3,200 സെൻറ്റ് ലാൻഡിലാണ്. തൊട്ടപ്പുറത്ത് കാണുന്ന മറ്റേ വീട് സ്ഥിതി ചെയ്യുന്നത് 3 സെൻറ്റിലുമാണ്. ഇങ്ങനെ വളരെ ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് രണ്ട് വീടുകളും തമ്മിലുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം, അതനുസരിച്ചിട്ടാണ് ഇവിടെ കാർ പാർക്കിങ്ങിൻ്റെ ആ ഒരു വലുപ്പത്തിലും വ്യത്യാസം വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന ആ വില്ലയെ 3 സെൻറ്റ് ആയതുകൊണ്ട് ഒരു ചെറിയ കാറാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. തൊട്ടപ്പുറത്തുള്ള വില്ല 3,200 സെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ വലിയൊരു വാഹനമാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഒരുപാട് വീടുകളിലൊക്കെ ഓൾറെഡി ആളുകൾ താമസമായതാണ്. 1-2 വീടുകളൊക്കെ ഇനിയും വർക്ക് കംപ്ലീറ്റഡ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന രണ്ട് വീടുകൾ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞ് സെയിലിനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള എലവേഷനോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് ഈ കാണുന്ന രണ്ട് വീടുകളും അവർ ചെയ്തിരിക്കുന്നത്. ഈ വില്ലയിലേക്കുള്ള വഴി വരുന്നത് ടാർ റോഡ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വില്ലകളിലേക്കും ഈ സെയിം ടാർ റോഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഈ കാണുന്ന റോഡിൻ്റെ പല ഭാഗത്തായിട്ട് സൈഡിലും റൈറ്റിലോ ലെഫ്റ്റിലോ ഒക്കെ ആയിട്ട് നിറയെ വില്ലകളാണ്. അപ്പോൾ ഈ കാണുന്ന വില്ലകളിലേക്കുള്ള വഴി ഫുള്ളായിട്ട് തന്നെ ടാറിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വില്ലകൾ നിങ്ങൾ കണ്ടു. നമുക്ക് ഇന്നിനിയിപ്പം ഈ ഒരു 3,200 സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന 3 ബെഡ്റൂമുള്ള ഒരു ലാൻഡിൻ്റെ ഫുള്ളായിട്ടുള്ള വിശേഷങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു വീടിൻ്റെ മെയിൻ ഗേറ്റ് ഈ കാണുന്നതാണ്. നമുക്ക് കാറുകളൊക്കെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർ പോർച്ചിലേക്ക് പോകാനായിട്ട് ഈ ഒരു വഴിയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത്യാവശ്യം ഭംഗിയുള്ളൊരു ഗേറ്റും ഡിസൈനുള്ള ഗേറ്റൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. മതിലിൻ്റെ ഡിസൈൻ നിങ്ങൾ ഓൾറെഡി കണ്ടു, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇതിനെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ ഒരു ഗേറ്റ് നമുക്ക് വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ളതാണ്. അതുകൂടാതെ നമുക്ക് നടന്നു പോകുന്നവർക്കായിട്ട് ഈ ഒരു ഗേറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു ചെറിയ ഗേറ്റ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് ഈ ഒരു മെയിൻ പില്ലറിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും രണ്ട് ഗേറ്റിൻ്റെയും, ചെറിയ ഗേറ്റിൻ്റെയും വലിയ ഗേറ്റിൻ്റെയും മെയിൻ പില്ലറുകളിലൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള ഷോ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീടിനകത്തേക്ക് വരുന്ന സമയത്ത് കാർ പോർച്ച്, ഇതൊരു കവേർഡ് കാർ പോർച്ചാണ്. അത്യാവശ്യം ഒരുപാട് വലിയ വാഹനങ്ങളൊന്നും നമുക്കിവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നാൽ ഒരു പരിധി വരെ വലുപ്പത്തിലുള്ള വാഹനങ്ങളൊക്കെ നമുക്കിവിടെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു സ്പേസാണ് ഈ ഒരു കവേർഡ് കാർ പോർച്ചിന് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ അവർ ഇതുപോലെ നമുക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഈ ഒരു നമ്മൾ നേരെ കയറി വന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വാട്ടറിൻ്റെ KW വാട്ടർ കണക്ഷൻ്റെ ഒരു മീറ്റർ കാണാം. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വാട്ടറിൻ്റെ ഫെസിലിറ്റി എന്ന് പറയുന്നത് KWയുടെ വാട്ടർ കണക്ഷൻ ഉണ്ട്. അതുകൂടാതെ ഒരു കിണറുമുണ്ട്. 2 ഫെസിലിറ്റികളാണ് ഈ വീട്ടിലെ വെള്ളത്തിനായിട്ട് ഉള്ളത്.
ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ബാക്ക് വരെ വിസിബിൾ ആണ്. പകുതി വരെയൊക്കെ ഇതിൻ്റെ സ്റ്റോൺസ് ഒക്കെ വിരിച്ച് ഇത് നല്ല ഭംഗിയുള്ള ഗ്രാസ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് കളർഫുൾ ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇലക്ട്രിക് വെഹിക്കിളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ചും കംപ്ലീറ്റ് ആയിട്ടുള്ള സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ ഇതുപോലുള്ള സ്റ്റോൺസ് ഒക്കെ പാവിയിട്ട് അതിനിടയിൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കിണർ വരുന്നത്. ഒരു ഹാഫ് മൂൺ ഷേപ്പിലാണ് കിണർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വാട്ടർ തന്നെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങോട്ട് നമ്മൾ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തേക്കും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടെയൊക്കെ സ്ഥലം കിടക്കുന്നത്. ഈ വീടിൻ്റെ രണ്ട് സൈഡിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗ്യാസ് സിലിണ്ടേഴ്സൊക്കെ പുറത്ത് വയ്ക്കാനായിട്ട് അഡീഷണൽ ആയിട്ട് ഇങ്ങനൊരു സ്പേസ് കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാക്കിലേക്ക് നടന്നു വരുന്ന ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ചെറിയ അലക്ക് കല്ല് ഫെസിലിറ്റിയൊക്കെ അവർ ലഭ്യമാക്കിയിട്ടുണ്ട്. അവിടെ നിന്നും ഈ ഒരു വഴി കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഈ ഒരു വീടിൻ്റെ സറൗണ്ടിങ് കാണുന്ന ഏരിയാസ് ഫുള്ളായിട്ട് തന്നെ ഇതുപോലുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ആ ഭാഗത്ത് കാണുന്നത് വർക്ക് ഏരിയ ആണ്. അപ്പോൾ ഈ വീടിൻ്റെ എലിവേഷൻ കണ്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വീട് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ എലിവേഷനും വീടിന് ചുറ്റിനുമൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്. അത്യാവശ്യം നല്ല നീളത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ് ഈ ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത്. 3-4 ചെയറുകളൊക്കെ ഇട്ടിരിക്കാനുള്ള സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഫ്ലോറിംഗ് വന്നിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പില്ലറിൻ്റെ കാര്യമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ഈ ഒരു പില്ലറുകൾക്കൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നത് മെയിൻ ഡോറാണ്. നമുക്ക് 2 പീസ് ആയിട്ടാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. 2 ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, ഈ ഒരു റൈറ്റ് സൈഡിലേക്കും കൂടി ഈ ഗസ്റ്റ് ലിവിങ് സ്പേസ് അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്താണ് ഈ ഒരു ലാൻഡിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരെ നമുക്ക് ഗസ്റ്റ് ലിവിങ് സ്പേസിൻ്റെ ആ ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ഫ്ലോർ വന്നിട്ട് ഒരു വൈറ്റ് കളറുള്ള ഒരു ടൈലാണ്, നീളത്തിലുള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത്. അതിനകത്ത് ചെറിയൊരു ഡിസൈനൊക്കെ വരുന്ന രീതിയിലും കൂടിയാണ് ടൈല് വരുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ കയറി വരുന്ന സമയത്ത് നമുക്ക് ഡോറുകൾക്ക് അടുത്തായിട്ടാണ് ഇവിടുത്തെ വിൻഡോസ്, ഈ ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കുള്ള വിൻഡോസ് കൊടുത്തിരിക്കുന്നത് ആ ഭാഗത്തായിട്ടാണ്. അതുകൂടാതെ ഇതിൻ്റെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് റൂഫിലൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈനുകളും ഭംഗിയുള്ള LED ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗസ്റ്റ് ലിവിങ് സ്പേസ് ഞാൻ പറഞ്ഞിരുന്നു കണ്ടിന്യൂ ചെയ്ത് കുറച്ചും കൂടെ അങ്ങോട്ട് ബാക്കിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് TV യൂണിറ്റിനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഏരിയയിലായിട്ടാണ്. എങ്കിൽ പോലും നമ്മുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെയൊക്കെ TV യൂണിറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളും നല്ല വോളുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് TV വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് TV സ്റ്റാൻഡ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് TV യൂണിറ്റ് വെക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് അവർ മെയിനായിട്ട് TV യൂണിറ്റ് വെക്കാനുള്ള സ്പേസ് ഉദ്ദേശിച്ചിട്ട് പവർ പ്ലഗും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിലും 3 വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്, അത് കണ്ടു നോക്കാം. ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയോട് കൂടി തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ്. ഈ ഒരു ഡോറുകളുടെയൊക്കെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ആ ഒരു വോളിലും 3 വിൻഡോസാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് അവർ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫെസിലിറ്റികളോട് കൂടിയ വാർഡ്രോബ് തന്നെയാണ് വിത്ത് മിററോട് കൂടിയിട്ട് കൊടുത്തിരിക്കുന്നത്. റൂഫിലൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ യാതൊരു വർക്കുകളും ചെയ്യാതെ പ്ലെയിൻ ആയിട്ടാണ് റൂഫ് ഇട്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഇപ്പോൾ അങ്ങനെയുള്ളൊരു ചോയ്സ് കൂടി ചോദിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്കിങ്ങനെ കംപ്ലീറ്റ് വേക്കൻ്റ് ആയിട്ടുള്ള റൂഫുള്ള വീടുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ കാണുന്ന വാർഡ്രോബ് ചെയ്തിരിക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തു കൂടി അഡീഷണൽ ആയിട്ട് അവർ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ വയ്ക്കാം. ഫ്യൂച്ചറിൽ നമുക്കത് കവർ ചെയ്യണമെങ്കിൽ അവരെ കവർ ചെയ്തും എടുക്കാവുന്നതാണ്. അറ്റാച്ച്ഡ് ആയിട്ടാണ്, അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ കാണുന്ന ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ഡോറാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നമ്മൾ എത്ര വെള്ളം കുത്തി ഒഴിച്ചാലും പുറത്തേക്ക് വരാത്ത രീതിയിൽ ഒരു പടി താഴ്ന്ന രീതിയിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത്. സെറയുടെയാണ് ഫിറ്റിങ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ്ങിലേക്ക് പോകുന്ന ഈ എൻട്രൻസ് തന്നെ വളരെ ഹെവി ആയ ഒരു വുഡൻ വർക്കുകളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലെല്ലാം തന്നെ LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് ഡൈനിങ് സ്പേസിൻ്റെ എൻട്രൻസ് അവർ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫാമിലിയിലുള്ള 4-5 മെമ്പേഴ്സിന് ഇരുന്ന് ഫുഡ് കഴിക്കത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ അവർ കൊടുത്തിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടുത്തെ വാഷ് ബേസിൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നല്ലൊരു മിററും കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർഫുൾ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റൂഫിലാണെന്നുണ്ടെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള പെയിൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയുള്ള ലൈറ്റുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കിച്ചൺ വന്നിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത്. ഹാഫ് വരുന്നത് ഗ്ലാസ് ആണ്, ബാക്കിയുള്ള ഹാഫ് വുഡുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഫ്ലോർ കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. കുറച്ച് ഗ്രിപ്പുള്ളൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണുന്ന കബോർഡുകളെല്ലാം നിങ്ങൾക്ക് കാണാം, ഒരു ആഷ് കളറാണ് കബോർഡുകൾക്കെല്ലാം മെയിനായിട്ട് കളർ വരുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് ധാരാളം കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. സറൗണ്ടിങ് ഒക്കെ വന്നിട്ട് ഒരു വൈറ്റ് കളറിൽ ഡിസൈനോട് കൂടിയ ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും വരുന്നുണ്ട്. ഇതിൻ്റെ റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് സേഫായി കവർ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫ്ലോർ ആണെങ്കിലും റൂഫ് ആണെങ്കിലും സൈഡുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് അവിടെ ഒരു സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്ലാബ് കൂടി അവിടെ ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയുടെ 2 സൈഡ് കൂടെ ഓപ്പൺ ചെയ്ത് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാവുന്ന രീതിയിലാണിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ താഴെ വരുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ മുകളിലേക്കുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഇവിടുത്തെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ഫുള്ളായിട്ടും സേഫായിട്ടും അത് കവർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റെപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമുക്ക് ആ ഭാഗത്ത് കുറച്ച് ഓപ്പണിങ്സ് കാണാം. അതെല്ലാം തന്നെ പെർഗോള മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ റൂഫിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് ഒരു ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് കൂടിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുമ്പോൾ നമുക്കൊരു വലിയ ഹാളാണ് കാണാൻ പറ്റുന്നത്. അതിന് മുമ്പായിട്ട് ഇവിടുത്തെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ വന്ന് ഫേസ് ചെയ്യുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറിനെയാണ്. ഇത് തുറന്ന് നമ്മൾ വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അവിടെ 2 സിംഗിൾ വിൻഡോസുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ്. വിത്ത് മിററോട് കൂടിയിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റൂഫ് എല്ലാം വന്നിട്ട് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യാതൊരു വർക്കുകളും കൊടുത്തിട്ടില്ല. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറുള്ള ടൈലുകളാണ് കോമ്പിനേഷൻ കളറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്നും ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു വലിയ ഹാളിലേക്കാണ്. ഇത് നമ്മളുടെ അപ്പർ ഗസ്റ്റ് ലിവിംഗ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ഒരു വോളാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കുന്നത്. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ TV യൂണിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് സോഫ സെറ്റീസും ചെയർസും ഒക്കെ ഇടാനായിട്ട് ഒരുപാട് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് മുകളിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെ ഹെവി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വർക്കുകളാണ് ഇതിൻ്റെ റൂഫിലെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഈ ഒരു ഹോളിലേക്കുള്ള എയർ സർക്കുലേഷൻ പോസിബിൾ ആക്കുന്നത് ഈ ഒരു ഭാഗത്ത് 3 വിൻഡോസ് കൊടുത്തുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു ഹാളിൽ നിന്നും ഒരു ഡോറ് കാണാം. അത് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു ബാൽക്കണി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബാൾസ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം കുറച്ച് ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്കുകൾ ഈ ഭിത്തിയിൽ വരുന്നുണ്ട്. മുകളിലൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിലുള്ള LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചുറ്റിനുമൊക്കെ ഒരുപാട് വീടുകളാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു പല വീടുകളിലും ആളുകൾ താമസമായതാണ്. കുറച്ച് വില്ലകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് കാണിച്ച ഈ 2 വില്ലകളാണ് ഇവിടെ സെയിലിനായിട്ട് ഇട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ വീട്ടിലെ 2 ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് ഫൈനൽ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ലാസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്.
നേരത്തെ കണ്ട ബെഡ്റൂമുകളെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് വരുന്നത്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്. എല്ലാ റൂമുകളിലെയും പോലെ വിത്ത് മിറർ ഫെസിലിറ്റിയോട് കൂടി തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അധികമൊന്നും കാണാത്ത ഒരു ഭംഗിയുള്ള ഡിസൈനാണ് വാർഡ്രോബുകൾക്കെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെയിം കളർ കോമ്പിനേഷനുകൾ തന്നെയാണ് ബാത്റൂമിനകത്തെ ടൈലിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിൽ കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഈ ഹാളിൽ നിന്നും ഫൈനലായിട്ട് തുറക്കുന്ന ഈ ഒരു ഡോറ് കൂടിയാണുള്ളത്. ഇത് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. യൂട്ടിലിറ്റിയിലാണെങ്കിലും ടൈല് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് മുകളിലും സൈഡിലും എല്ലാം കവർ ചെയ്തിട്ടാണ് ഈ കാണുന്ന യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനും വേസ്റ്റ് വാട്ടർ പോകാനും ഒക്കെ ഉള്ള ഫെസിലിറ്റി ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം, ചെറിയൊരു ഡോറ് തുറന്നാൽ നമുക്ക് നേരെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസാണ്. നമ്മൾ നേരെ ചെല്ലുന്ന ടെറസിലേക്കാണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്താനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് ഇവിടെ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെറും 2.5 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ മതി. ലുലു മാളിലേക്ക് പോകാനായിട്ട് 8 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും HMT ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു 6 കിലോമീറ്ററൊക്കെയാണ് ദൂരം വരുന്നത്. അപ്പം ആക്സസിബിൾ വൈസിട്ടാണ് നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും എളുപ്പം എത്തിപ്പെടാവുന്നതാണ്. നമ്മൾ 2 വീടുകളാണ് ഇന്നിപ്പം സെയിലിനായിട്ട് കാണിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീടെന്ന് പറയുന്നത് ഇതിൻ്റെ ലാൻഡ് വരുന്നത് 3.200 സെൻറ്റാണ്. 3.2 സെൻറ്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 1550 ആണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ്. 1550 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇതിനുദ്ദേശിക്കുന്ന റേറ്റ് 62 lakhs ആണ്. 62 ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്ന വീടിൻ്റെ ലാൻഡ് വരുന്നത് 3 സെൻറ്റാണ്. 3 സെൻറ്റിലാണ് ആ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1450 ആണ്. 1450 അപ്പുറത്ത് കാണുന്ന വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. അതിനുദ്ദേശിക്കുന്ന റേറ്റ് 60 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ വീടിന് 62 ലക്ഷം രൂപയും തൊട്ടടുത്ത് കിടക്കുന്ന വീടിന് 60 ലക്ഷം രൂപയുമാണ് പ്രൈസ് ഓണർ പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് ഓണറിൻ്റെ അടുത്ത് സംസാരിച്ച് ഈ വീടിൻ്റെ വില കുറച്ച് വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ മാർബിൾ ഹോംസിലൂടെ പർച്ചേസ് ചെയ്യുന്ന വീടുകൾക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓണർ തരുന്ന ഡിസ്കൗണ്ടിനോടൊപ്പം തന്നെ മാർബിൾ ഹോംസിൻ്റെ ഒരു ഡിസ്കൗണ്ടും കൂടെ വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ഈ വീട് ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതാണ്. അപ്പോൾ വീടുകളുടെ റേറ്റ്, കാര്യങ്ങൾ, ഡിസ്റ്റൻസ്, ഇവിടെ നിന്നുള്ള എല്ലായിടത്തേക്കുള്ള ആക്സസിബിലിറ്റി ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നല്ല ഭംഗിയുള്ള ഈ 2 വീടുകളിൽ ഏതെങ്കിലുമൊക്കെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.